തെരുവോര കുടിയേറ്റം തടയുക, അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് അത് അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാം. തെരുവോര കുടിയേറ്റം, താമസക്കാർ തെരുവോര താമസക്കാർ അതിന് അതായത് തെരുവോര കുടിയേറ്റം. ഓക്കെ മനസ്സിലായി. അതായത് തെരുവ് നിവാസികളാണ് ഇന്ന് നമുക്ക് നമ്മുടെ സിറ്റികളിലും മെട്രോ സ്റ്റേഷൻ്റെ തൂണുകൾക്ക് അടിയിലുമായി ഈ എറണാകുളത്ത് തന്നെ കാണപ്പെടുന്നു. നിരവധി സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ എറണാകുളത്ത് തന്നെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എറണാകുളം നോർത്ത്, ഇടപ്പള്ളി ജംഗ്ഷൻ, അതുപോലെ കലൂർ ജംഗ്ഷൻ, സൗത്ത്, ആലുവ മേൽപ്പാലത്തിന് താഴെ, അങ്ങനെ നിരവധിയായ മഴ കൊള്ളാത്ത സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ കയറി കൂടുന്ന ശരിക്കും ക്രിമിനലുകളാണ് ശരിക്കും വന്ന് പെടുക. വളരെ ലക്ഷ്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അവർക്ക് പകലുറക്കവും രാത്രി മോഷണവും കളവും വ്യഭിചാരവും മദ്യപാനവും നിർബാധം നടന്നു വരുന്ന കാഴ്ച ഏത് പോലീസ് ഓഫീസർക്കും കൊലപാതക ശ്രമവും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊലപാതക ശ്രമവും കൂടി ഉണ്ടെന്നാണ് അവരിൽ നിന്ന്. തീർച്ചയായിട്ടും കൊലപാതകം എത്ര നടത്തി. 5 വയസ്സായ കുട്ടിയെ പൊക്കിയെടുത്തുകൊണ്ട് രാത്രി ഉറങ്ങി അമ്മയുടെയും അച്ഛൻ്റെ മുമ്പിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ആലുവ വേസ്റ്റ് കൂമ്പാരത്തിനകത്തിട്ട് പീഡിപ്പിച്ച് കൊല നടത്തി ആ വേസ്റ്റ് കൊണ്ട് മറച്ചു വെച്ച സംഭവം നമ്മുടെ നിരവധിയായ സംഭവങ്ങളല്ലേ. സാധാരണക്കാരും പോലീസിനും ഒക്കെ അറിയാം. പക്ഷേ ഇവരാരും തന്നെ യഥാവിധി പ്രവർത്തിക്കുന്നില്ല. തുടക്കം നന്നാകുകയും ഒടുക്കം മോശമാകുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഇതിൽ പറഞ്ഞ ഒരു മെച്ചമൊന്നും നീക്കമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ റോഡുകളിലെ സീബ്ര ലൈനുകളെ പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? സീബ്ര ലൈൻ കുറേ വരകളാണ്. ഈ വരകൾ വാഹനങ്ങൾ അനുസരിച്ചോളണം. അങ്ങനെ ആ സീബ്ര ലൈനിൽ ഒരാൾ ചവിട്ടിയാൽ വാഹനം ദൂരെ മാറ്റി നിർത്തിക്കൊള്ളണമെന്നാണ് നിയമം എല്ലാം ശരിയാണ്. സീബ്ര ലൈനും കാണാൻ പറ്റും ചിലയിടത്തൊക്കെ. അങ്ങനെ ആണെങ്കിൽ കൂടി ഈ യാത്രക്കാർ, വയോധികർ, കുട്ടികൾ അവരെല്ലാം ആ സീബ്ര ലൈനിൽ പകുതി ദൂരം എത്തിയാലും വരുന്ന വാഹനം വേറെ ഏതെങ്കിലും സൈഡിൽ കൂടി ഓടിച്ചു കയറ്റി കൊണ്ടുപോകാൻ ശ്രമം നടക്കുകയും അപ്പോൾ അവർക്ക് സ്പീഡ് ബ്രേക്കർ വെക്കണം. സ്പീഡ് ലിമിറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിൽ ഹൈ സ്പീഡിൽ വരുന്ന വണ്ടി ഈ റോഡിൽ വരച്ചേക്കുന്ന സീബ്ര ലൈൻ ഗ്ലാസ്സിൽ കൊടുക്കുക കാണുന്നത് ഏതാണ്ട് ഒരു 15 അടി 10 അടി ദൂരത്തിലാണ്. അത്രയും ദൂരത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ വാഹനം നിൽക്കില്ല. അപ്പോൾ ഭയപ്പെട്ട് വരുന്ന സിറ്റിയിലേക്ക് ഭയപ്പെട്ട് വരുന്ന ഡ്രൈവർമാർ ഏകദേശം കാലേ കൂട്ടി നിർത്തും. ഒരു സ്പീഡ് വിട്ടുപോരുന്ന ആൾക്കാർ, കാരണം ഒരുപാട് ബ്ലോക്കിൽ കഴിഞ്ഞിട്ടാണ് അവർ ഈ യാത്ര തുടരുന്നത്. ആ സമയത്ത് ഒരു സീബ്ര ലൈൻ കാണുന്നത് സഡനായിരിക്കും. അതേപോലെ തന്നെ ചിലർ അതൊന്നും വകവെക്കില്ല. സീബ്ര ലൈൻ വന്നാൽ അതിൽ നിന്ന് ഒരാളെ തട്ടി ഇത്രേ വരാനുള്ളൂ, ഇത്രേ ഫൈൻ വരാനുള്ളൂ എന്ന് കാണുകയും ഈ ഭയം കൊണ്ട് തന്നെ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ന്യായമായ അവകാശം. ഞാൻ ഇന്നലെ ഞാൻ സീബ്ര ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി ഇടിച്ചില്ലെന്നേ ഉള്ളൂ. കാര്യം സീബ്രയാണെന്ന് അവർക്കറിയാം, ഞാൻ കടക്കുന്നതും സീബ്രയാണെന്ന് അവർക്കറിയാം. പക്ഷേ ആ സ്പീഡിന് ഒരു കൺട്രോളും അവർ വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞത് സാറ് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതെ, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് എറണാകുളത്ത് എല്ലായിടത്തും, ആലുവയിൽ, എല്ലാ സ്ഥലത്തും ഈ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ട് വാഹനത്തിൻ്റെ ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ പതുക്കെ ഇത് എടുത്തു പോവുള്ളൂ. അല്ലെങ്കിൽ വാഹനത്തിൽ ഈ സീബ്ര ലൈനിൽ നിന്നുള്ള മനോധൈര്യത്തിൽ യാത്രക്കാരൻ അതിന് മുകളിലേക്ക് കയറുകയും വാഹനം ഓടിക്കുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് സൈഡിൽ കൂടി വെട്ടിച്ച് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ജീവൻ ഭയപ്പെട്ടാണ് ഇന്ന് കേരളത്തിൽ ഓരോ വയോധികരും കുട്ടികളും സാധാരണക്കാരും റോഡ് ക്രോസ് ചെയ്യുന്നു എന്നുള്ള ആ രംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ ചോദ്യത്തിന് പ്രസക്തമായ ഒരു നല്ല മാർക്ക് കൂടി ഞാൻ നൽകുകയാണ്. കാരണം പ്രസക്തമായ ഇന്നത്തെ ഒരു സംഭവങ്ങളാണ് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നന്ദി. ചില സ്ഥലങ്ങളിലെ ഈ ജനജീവിതത്തിനെ വളരെയധികം ക്രൂരമായി ബാധിക്കുന്ന രീതിയിൽ വന്യമൃഗത്തിൻ്റെ ശല്യം രൂക്ഷമായിട്ട് ഇന്നിപ്പം ഏരിയ ഒന്നുമല്ല, സിറ്റികളിലും വന്യമൃഗങ്ങൾ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്തിനെക്കുറിച്ചാണ്? വന്യമൃഗം എന്ന് പറയുന്നത് ഇന്നത്തെ അവരുടെ ആവാസ വ്യവസ്ഥകൾക്ക്
നഷ്ടം സംഭവിച്ചതുവഴി കൂടുതൽ ജനനങ്ങൾ ഉണ്ടാകുകയും കാടുകൾ വിട്ട് നാടുകളിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതി വന്യമൃഗങ്ങളുടെ അവകാശമാണ്. കാരണം ഭക്ഷണം നേടുക എന്നുള്ളതാണ് വന്യമൃഗങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അവിടെ കാടുകളിൽ ഭക്ഷണം ലഭിക്കാത്തൊരവസ്ഥയിൽ വനങ്ങൾ നശിക്കപ്പെടുകയും അവർക്ക് ഇഷ്ടഭക്ഷണം ലഭിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കൂടുതൽ ഭംഗിയും കൂടുതൽ ലളിതവുമായ പോഷകമൂല്യവുമായ ഭക്ഷണം തേടി അവർ പുറത്തു വരികയും ഒന്നും അറിയാത്ത നാട്ടുകാർ ആ വനത്തിന് സമീപം ജീവിക്കുന്നവർ മരണപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആൺമക്കളുമായി വയനാട് ചുരത്തിനരികിൽ കൂടി നടന്നു പോയ ഒരു അച്ഛൻ, ആരോഗ്യ ദൃഢഗാത്രനായ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ആ കൈ ഭാരം തോന്നിയത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുലി എടുത്തുകൊണ്ട് പോകണമെന്നാണ് കണ്ടത്. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം, വ്യക്തമായ റിപ്പോർട്ടുണ്ട്. 2 ആമക്കളാണ് അയക്കണ്ടത്. ആ ഇരട്ട പ്രസവിച്ച 2 ആമക്കൾ ട്വിൻസാണ്. അവരെ ഒരുത്തനെ പുലി എടുത്തുകൊണ്ട് ചാടി കൊണ്ടുപോയി. അത് വിട്ടിട്ട് ഈ പിതാവിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വന്യമൃഗങ്ങളെ ഒരു പരിധിയിൽ നിലനിർത്താനും ആവശ്യമായ പ്രൊട്ടക്ഷൻസ് കൊടുക്കാനും ആവശ്യമായ ഭക്ഷണങ്ങൾ വനത്തിൽ തന്നെ ലഭ്യമാകുന്ന വിധം സർക്കാർ ക്രിയാത്മകമായി വളരെ അടിയന്തരമായി പ്രവർത്തിക്കേണ്ട ആവശ്യകത തീർച്ചയായിട്ടും ഈ ചോദ്യത്തിലുണ്ട്. അത് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്.